അമൽ കുഞ്ഞാറ്റ ഇവർ രണ്ടുപേരും ഡിവോഴ്സ് ആവാൻ പോകുന്നുള്ള വിവരം അറിഞ്ഞതിന് ശേഷമുണ്ട് ഈ ഒരുപാട് പേരുണ്ട് ഈ രംഗത്ത് വന്ന് ഇതേ കണക്ക് അമലിനെതിരെ ഭയങ്കര മോശമായിട്ടൊക്കെ പറയുന്നുണ്ട്. യവൻ കാരണമാണ്, യവൻ ചീറ്റ് ചെയ്തിട്ടാണ് ഇതേപോലത്തെ ഉള്ള ഒരു അവസ്ഥ വന്നതെന്ന് പറഞ്ഞ് ഇതേ കണക്ക് അമലിനെതിരെ ഒരുപാട് പേര് രംഗത്ത് വന്ന് ഭയങ്കര മോശമായിട്ടുള്ള കമൻസൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. ആദ്യമൊന്നും ഇതിനെപ്പറ്റി ഭയങ്കരമായിട്ട് റെസ്പോണ്ട് ഒന്നും ചെയ്തില്ലായിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ഇതേ കണക്കുണ്ടായി അമലൊരു യൂട്യൂബ് ചാനൽ തുടങ്ങിയ ഒരു വീഡിയോ ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിനകത്ത് ഫുൾ കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടൊന്നുമില്ലായിരുന്നു. ഇപ്പോൾ പിന്നെയും ഉണ്ടായി അത് കൂടി വന്നപ്പോഴത്തേക്ക് പിന്നെ ഒരു വീഡിയോ ഇതുപോലെ ഇട്ടിട്ടുണ്ടായിരുന്നു. തൻ്റെ ഭാഗത്ത് തന്നെയാണ് തെറ്റ്, എന്നാൽ പോലും ഉണ്ടെങ്കിൽ എല്ലാവരും തന്നോട് ക്ഷമിക്കണം, തന്നെ ഉണ്ടെങ്കിൽ ഇത്രയും ദ്രോഹിക്കാൻ മാത്രം താൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല, എല്ലാവർക്കും പറ്റുന്ന അബദ്ധം അല്ലെങ്കിൽ എല്ലാവരും ചെയ്യുന്ന ഒരു കാര്യം മാത്രമേ താനും ചെയ്തിട്ടുള്ളൂ എന്നുള്ള രീതിയിൽ അമൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ എന്നാൽ പോലും ഉണ്ടെങ്കിൽ ഒരുപാട് പേര് പിന്നെയും ഇതേ കണക്ക് അമലിനെ പറ്റി കുറ്റം പറഞ്ഞുകൊണ്ടേ ഇരിക്കുക, അല്ലെങ്കിൽ ഇതേ കണക്ക് പറഞ്ഞുകൊണ്ടിരിക്കുക. തീർച്ചയായിട്ടും ഉണ്ടെങ്കിൽ അവരവരുടെ അഭിപ്രായങ്ങൾ പറയാം, അല്ലെങ്കിൽ അവരുടെ രീതിയിൽ പറയും. കാരണം എന്ന് പറഞ്ഞാൽ യൂട്യൂബിൽ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഉണ്ടെങ്കിൽ പബ്ലിക് ഒപ്പീനിയൻസ് എന്തായാലും ഉണ്ടായിരിക്കും, അതില്ലാതെ ഇരിക്കത്തില്ല. അങ്ങനെ ഉണ്ടാകുമ്പോഴത്തേക്ക് തീർച്ചയായിട്ടും ചിലർക്ക് അത് ഇഷ്ടപ്പെടത്തില്ല, ചിലർക്ക് ഇഷ്ടപ്പെടാം, അങ്ങനത്തെ ഉള്ള പല രീതിയായിരിക്കാം. അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ എത്തുമ്പോൾ ഇതിനകത്തുള്ള അവസ്ഥ വരാതിരിക്കണമെങ്കിൽ തീർച്ചയായിട്ടും ഉണ്ടെങ്കിൽ ഇങ്ങനത്തുള്ള കാര്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യാതിരിക്കുക, അതാണ് മെയിനായിട്ടുള്ള ഒരു കാര്യം. എന്തായിരുന്നാലും ശരി, രണ്ടുപേരുണ്ടെങ്കിൽ പുതിയൊരു ജീവിതത്തിലേക്ക് നോക്കി പോകാൻ വേണ്ടി തയ്യാറായിരിക്കുക എന്നാണ് പറഞ്ഞിരിക്കുന്നത്.